കളമശ്ശേരി വിടാക്കുഴയിൽ വീടിന്റെ ഭിത്തി ഇടിഞ്ഞു വീണു. ഇന്നലെയാണ് സംഭവം. മുറിയിൽ കളിച്ചുകൊണ്ടിരുന്ന 1.5 വയസ്സുകാരി രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. പൊതുപ്രവർത്തകനായ വിടാക്കുഴയിൽ കാരുണ്യനിവാസിൽ ബോസ്കോ കളമശ്ശേരിയുടെ വീടിന്റെ ഭിത്തിയുടെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്. വീടിന്റെ ഭിത്തികളും മേൽക്കൂരയും ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിലാണ്. ഭാര്യയും 2 കുട്ടികളും പിതാവുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. വീട് പുതുക്കിപ്പണിയുന്നതിന് അപേക്ഷയുമായി 11 വർഷമായി ബോസ്കോയും കുടുംബവും നഗരസഭയിൽ കയറിയിറങ്ങുകയാണ്. പ്രതിരോധ വകുപ്പിന്റെ ഭൂമിയുടെ സമീപത്തായതിനാൽ NADയുടെ NOC ലഭിക്കാതെ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകാൻ കഴിയില്ലെന്നാണ് നഗരസഭയുടെ നിലപാട്. ബോസ്കോയുടെ പിതാവ് ലൂയിസ് വീട് പുതുക്കി നിർമ്മിക്കുന്നതിന് 2013 അപേക്ഷ നൽകിയപ്പോൾ വഴിയില്ലെന്ന് കാണിച്ച് അപേക്ഷ നിരസിക്കുകയായിരുന്നു. കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകാൻ ഹൈക്കോടതിയും ഉത്തരവിട്ടിരുന്നു. ഇതിനിടെ ലൂയിസ് തൻ്റെ ഭൂമി മക്കളായ ബോസ്കോയ്ക്കും സഹോദരനും ഭാഗം ചെയ്തു നൽകി. തുടർന്ന് ബോസ്കോ ലൂയിസ് കെട്ടിട നിർമ്മാണത്തിന് അപേക്ഷ നൽകി. NADയുടെ NOC കൂടിയേ തീരുവെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. തൻ്റെ ദുരിതാവസ്ഥ കാണിച്ച് ബോസ്കോ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. വില്ലേജ് ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുകയും ചെയ്തു. 40 വർഷത്തോളം പഴക്കമുള്ള വീട് ജീർണാവസ്ഥയിലാണെന്നും വീട് വാസയോഗ്യമല്ലെന്നുമാണ് വില്ലേജ് ഓഫീസർ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.